ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഓറഞ്ച് ആണ് കേട്ടോ. ഓറഞ്ച് നമ്മളുടെ സ്കിന്നിനാണെങ്കിലും അതുപോലെ തന്നെ ഹെൽത്ത് വൈസ് ഒക്കെ ആണെങ്കിലും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു ഫേസ് പാക്ക് ആകുമ്പം അത്ര അധികം തന്നെ റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വെയിലത്തൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ടാൻ അടിക്കും. അത് മാത്രമല്ല ഭയങ്കരമായിട്ടും പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അതായത് ഡാർക്ക് മാർക്കുകളൊക്കെ വരുന്നുണ്ട്. കാരണം ഒരുപാട് ഇങ്ങനെ ടാൻ അടിച്ച് നമ്മുടെ ഫേസിൽ അത് റിമൂവ് ചെയ്യാതൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ പിഗ്മെൻറ്റേഷനൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ ദിവസവും സ്കിൻ കെയർ ചെയ്ത് കൊടുക്കുക. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു ഫേസ് പാക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ആ ഫേസ് പാക്ക് ഇടുമ്പോൾ നമ്മളുടെ ഫേസിൽ അല്ലെങ്കിൽ സ്കിന്നിലെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്താണോ നമുക്ക് വേണ്ടത് അത് ചെയ്തു കൊടുക്കേണ്ടതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഈ ഒരു ചൂടുള്ള സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര വെയിലൊക്കെ അടിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ടാൻ റിമൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഫേസ് പാക്കുകൾ ഇടുവാണെന്നുണ്ടെങ്കിൽ അത്രയും റിസൾട്ട് ഉണ്ട്. ടാൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ ഡാർക്ക് മാർക്കുകളൊക്കെ ഒന്ന് ഫെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ലഭിക്കാനും നന്നായിട്ടൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഓറഞ്ച്. അപ്പം ഓറഞ്ചിൻ്റെ ആ ഒരു നീര് നമുക്ക് എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് നമുക്കതൊരു പൗഡർ ഫോമിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്കിൽ നമ്മൾ അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ധാരാളം കിട്ടുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ ഓറഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഓറഞ്ചൊക്കെ കഴിക്കുന്ന ടൈമിൽ അതിൻ്റെ ആ ഒരു തൊലി ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാതെ അതൊന്ന് ജസ്റ്റ് കഴുകി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ഉണക്കി പൊടിച്ച് നമ്മളൊരു ടിന്നിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഒരുപാട് കെമിക്കലായിട്ടുള്ള ക്രീമുകളൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഫേസിൽ ഒരുപാട് പ്രോബ്ലംസ് വരുത്തുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഈ സംഭവം വെച്ചിട്ട് നമ്മൾ ഫേസ് പാക്കുകളൊക്കെ ഇടുന്നതാണ്. എനിക്കെപ്പോഴും ഇഷ്ടം അത് തന്നെയാണ് കേട്ടോ. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ഓറഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റാമിൻ സി സിറം ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ അവർ പറയുന്നത് ഒരു സ്കിന്നിനൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മളുടെ സ്കിന്നിന് ചേരുന്ന എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം എൻ്റെ ഒരു ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈരാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് തൈരോ അല്ലെങ്കിൽ പാലോ റോസ് വാട്ടറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. ഒന്ന് മിക്സ് ആക്കി കിട്ടുക അത്രയേ ഉള്ളൂ. അതിനുശേഷം നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. അതായത് നമ്മൾ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് പിന്നീട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വെയിലത്ത് ഇറങ്ങി അത് നമുക്ക് അത്ര ഗുണം ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നൈറ്റ് ടൈമിൽ ഇതുപോലുള്ള ഫേസ് പാക്കുകൾ ഇട്ടിട്ട് കിടന്നുറങ്ങുന്നതായിരിക്കും ഏറ്റവും ഗുണം ചെയ്യുന്നത്. നമുക്ക് ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതെ, ഫസ്റ്റ് തന്നെ അതൊരു പാത്രത്തിലോട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാൻ നമ്മുടെ പാത്രത്തിലോട്ട് 1 സ്പൂണോളം ഓറഞ്ചിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. കുറച്ച് തൈരും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ഉണ്ടല്ലോ, അത് ജസ്റ്റ് ചെറിയൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ ആ ഫ്ലഷ് മാത്രമായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ച് അതിൻ്റെ ഒരു നീരും കൂടെ കുറച്ച് ചേർക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും. ടാൻ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ലതാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കറ്റാർവാഴ. അതുമാത്രമല്ല നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സ്മൂത്ത് ആവാനും നന്നായിട്ടൊരു സോഫ്റ്റ് ലുക്ക് കിട്ടാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല ചെറുതായിട്ട് നമുക്കൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടാനും നല്ലതാണ് കേട്ടോ. പിന്നെ ഹൈഡ്രേറ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിരിക്കാനും നല്ലതാണ്. അത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് അതും ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് എല്ലാം അടിപൊളിയായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓറഞ്ച് പീൽ പൗഡറും അതുപോലെ തന്നെ തൈരും പിന്നെ അലോവേര ജെല്ലും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇത് മൂന്നും നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടാനും അതുപോലെ തന്നെ വെയിലേറ്റിട്ടുള്ള കരുവാളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഭയങ്കര നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കറുത്ത മാർക്കുകളൊക്കെ മാറാനും ഒരുപാട് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഫേസിലോട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നെക്കിലും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടി ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ഞാനത് കയ്യിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ് കേട്ടോ.